നമുക്കൊരു വെണ്ടക്ക തീയലുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ചിരവിയത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചുമന്നുള്ളി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, കുറച്ച് നല്ല ജീരകം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ വറുത്തെടുക്കാം. വറുത്ത് വെച്ചതിന് ശേഷം ചട്ടിയടപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്കടകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. തിളച്ച എണ്ണയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴന്ന് വരട്ടെ കേട്ടോ. നല്ലപോലെ റോസ്റ്റായി വരണം. അതാണ് അതിൻ്റെ കറിയുടെ ഒരു രീതി. അല്ലെങ്കിൽ കൊഴുപ്പുണ്ടായെന്ന് ആർക്കും കൂട്ടാൻ, ഇവിടെ ആർക്കും ഇഷ്ടമില്ല കൊഴുപ്പുണ്ടായാൽ കൂട്ടാൻ. നല്ലപോലെ എണ്ണയുടെ അകത്ത് റോസ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം എണ്ണയിലിട്ട് തീയൊന്ന് കൂട്ടി വെച്ചുകൊണ്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചട്ടിയുടെ അകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കടുകിട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേനും കുറച്ച് കരിവേപ്പിലയും ചുമന്നുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നു, അതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന, നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നില്ല, അത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരിക. അത് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് കൊടുക്കാം. ഞാൻ കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടക്കായി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേനും നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് എടുക്കുക. നല്ല അടിപൊളി വെണ്ടക്ക തീയൽ